കേരള ഹൈക്കോടതിയുടെ ഉത്തരവനുസരിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിലെ വാഴത്തോളം വാർഡ് കൗൺസിലർ ആർ സുഗതൻ ഒരു തവണ കൂടി സത്യപ്രതിജ്ഞ ചെയ്യണമെന്നുള്ള സാഹചര്യമുണ്ട്. അതിന്റെ സൂപ്രണ്ടിന്റെയും അതോടൊപ്പം തന്നെ കോർപ്പറേഷൻ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ആ ചടങ്ങ് നിർവഹിച്ചു. പറഞ്ഞ സമയത്ത് തന്നെ കൃത്യമായിട്ട് നടപ്പിലാക്കി. അക്കാര്യങ്ങളാണ് മാധ്യമങ്ങളോട് ഒന്ന് രണ്ട് കാര്യം മനസ്സിലാക്കേണ്ടത്. ഈ വിമർശനം ഉന്നയിക്കുന്നതോട് പറയേണ്ടത് കാപ്പ ആക്ട് കേരളത്തിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കേരളത്തിൽ മാത്രമേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുള്ളൂ. പിന്നെ വേറൊരു കാര്യം, ഞങ്ങളൊക്കെ തന്നെ കോർപ്പറേഷനിൽ ഇരുന്ന പല കൗൺസിലർമാരും ഒക്കെ തന്നെ രാഷ്ട്രീയമായി പലതരത്തിലുള്ള സമരങ്ങളിലൊക്കെ പങ്കെടുത്തിട്ട് എണ്ണമേറിയും കുറഞ്ഞു. ഇപ്പോൾ ഈ പറയുന്ന പലരെക്കാളും കൂടുതൽ കേസ് ഉള്ളവരാണ് ഈ നിൽക്കുന്ന എൻ്റെ ഇടത് വലത് ഭാഗത്ത് നിൽക്കുന്നവർ. ചിലപ്പോൾ ജോലി വിട്ട് രാജിവെക്കുന്നവരുണ്ടാകാം, അല്ലെങ്കിൽ ചില കൗൺസിലർമാരൊക്കെ തന്നെ, പഞ്ചായത്ത് മെമ്പർമാരെ, മുനിസിപ്പൽ കൗൺസിലർമാരൊക്കെ തന്നെ അകാലത്തിൽ മരണമടയുന്നവരുണ്ടാകും. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ മുനിസിപ്പൽ ആക്ടിൽ തന്നെ മറ്റ് പരിഹാര മാർഗങ്ങൾ, താൽക്കാലിക സംവിധാനങ്ങൾ, ഇപ്പോൾ മേയർ എന്നുള്ള നിലയ്ക്ക് ഞാൻ തന്നെയാണ് ആ കോർപ്പറേഷൻ ഭാഗത്തു നിന്നും വരുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത്. ആ കോർപ്പറേഷൻ അദ്ദേഹത്തിൻ്റെ ഓഫീസ് കേന്ദ്രീകരിച്ചൊരു സിസ്റ്റം അവിടെ വരികയും ഫൈനലി മേയർ വെരിഫൈ ചെയ്തതിന് ശേഷം അവിടുത്തെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഒരു ദിവസം തന്നെ അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ ആ വാർഡിലെ രേഖകൾ പരിശോധിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട കോടതിയുടെ കാര്യമാണ് നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി, അതോടൊപ്പം തന്നെ കേരള ഹൈക്കോടതി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൗൺസിലറുടെ അഭിഭാഷക സംഘം അക്കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നുണ്ട്. അതിൽ വരുന്ന ഉത്തരവുകൾ അനുസരിച്ച് ആ ഉത്തരവുകൾ നടപ്പിലാക്കുക എന്നുള്ളതാണ് കോർപ്പറേഷൻ ദൗത്യം. ഞങ്ങൾ ആ കാര്യങ്ങൾ ചെയ്യും. ഫൈനലി അതിൻ്റെ അഭിപ്രായം പറയേണ്ട ബഹുമാനപ്പെട്ട കോടതികളാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ മാത്രമേ നമുക്ക് അങ്ങനെയുള്ള പ്രതിപക്ഷം പറയുന്ന അനുസരിച്ചുള്ള കാര്യങ്ങൾ പ്രതികരിക്കേണ്ടതായിരിക്കും. പിന്നെ ഞാൻ രാഷ്ട്രീയമായ ഒരു മറുപടി പറഞ്ഞാൽ, തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ പ്രതിപക്ഷമായിരുന്നപ്പോഴേക്കും ഭരണത്തിലെത്തുന്ന സമയത്തും ഞങ്ങൾ ഏതൊക്കെ തരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ ആയിരിക്കും കടന്നു പോകേണ്ടതെന്നുള്ള ഉത്തമ ബോധ്യമുള്ളൊരു ടീമാണ് ഭരണത്തിൽ നേതൃത്വം. ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ശക്തമായുള്ള വിയോജിപ്പ് CPM-ന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. അക്കാര്യങ്ങളിൽ നിന്നും 1 ഇഞ്ച് പുറകോട്ട് പോകുന്ന പ്രശ്നമില്ല. നടത്തുന്ന അനധികൃത കടകൾ പൂട്ടുമ്പോഴും കോർപ്പറേഷനിലെ കോടിക്കണക്കിന് രൂപയുടെ വിലപിടിപ്പ് വരുന്ന സ്വത്തുവകകൾ കുടുംബ സ്വത്ത് പോലെ, സ്വന്തം സ്വത്ത് പോലെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന സഖാക്കന്മാരെ അവിടെ നിന്ന് ഒഴിവാക്കുമ്പോഴും ഇതല്ല, ഇതിലപ്പുറവും ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ യാതൊരു കാരണവശാലും 1 ഇഞ്ച് പോലും അത്തരം ആക്ടിവിറ്റികളിൽ നിന്നും പുറകോട്ടില്ല. വളരെ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് ചെയ്യാൻ